ഓഫ് ദ ടൈമാണ്. ആ സമയം അനേകരെ യേശുവിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു സമയമാണ്. കർത്താവിൻ്റെ വരവ് വളരെ അടുത്തിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ ദൈവം തന്നിരിക്കുന്ന വലിയൊരു വിഷനുണ്ട്, ആഗോള വ്യാപകമായ ഉണർവ്. എൻ്റെ പ്രാർത്ഥനാ വിഷയം ട്രംപ് മുതൽ വേൾഡിലെ എല്ലാ ഭരണാധികാരികളും വേർപെട്ട് ക്രിസ്തുവിൽ വരണം. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെ അങ്ങനെ വരും എന്ന് എൻ്റെ വിശ്വാസം. അമേരിക്ക വരും, ഇന്ത്യ വരും, റഷ്യ വരും. ആമേൻ, സ്തോത്രം. വേൾഡ് മുഴുവൻ ദൈവം പിടിച്ചു കുലുക്കും. ഈ ആത്മശക്തി ഭയങ്കരമാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇവിടെ എല്ലാം ദൈവം ചെയ്യും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അത് ആരും വാ തുറക്കുന്നത്? നിങ്ങൾ എന്ത് വാ തുറന്ന് പറയുന്നത് അത് സംഭവിക്കും. വാ തുറന്ന് പറഞ്ഞേ, അത് സംഭവിക്കും. ഹല്ലേലൂയ. നമ്മൾ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടാണ് പ്രവചിക്കുന്നത്. ദൈവം ഒന്നും കാണാതെ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയദൃഷ്ടിയിലുണ്ട്, അത് ഉളവാകാൻ പോകുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ 24 hour പ്രയറിൻ്റെ ബിൽഡിങ് ദൈവം അനുവദിച്ചാൽ 26-ാം തീയതി ഡെഡിക്കേറ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്നോർപ്പിക്കുന്നു. ഒരു വാക്യം നമുക്ക് വായിക്കാം. നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം ആരെങ്കിലും ഒരാൾ വായിച്ചാട്ടെ. നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. മതി. കർത്താവ് ഒരു വലിയ കാര്യം ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം കർത്താവ് ചെയ്യുന്നത് നമ്മളിലാണ്. രണ്ടാമത് കർത്താവ് ചെയ്യുന്നത് നമ്മൾ പോകുന്ന സ്ഥലത്താണ്. ഈ 21 ദിവസത്തെ ഉപവാസം തീരാൻ പോകുന്ന ഈ സമയം 21 ദിവസം ഇരുന്ന, ഭാഗികമായിരുന്ന, ഇനി ഉപവസിക്കാൻ പറ്റാതെ ഇരുന്ന പ്രിയപ്പെട്ടവർ ഒക്കെയുണ്ടെങ്കിലും ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ നിങ്ങൾ എത്തുപെട്ടിയാൽ നിങ്ങളെ ആദ്യം ദൈവം രൂപാന്തരപ്പെടുത്തും. നിങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയിടും. എന്നിട്ട് നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്ത് ദൈവം വലിയ ദൈവ പ്രവൃത്തി അയക്കാൻ പോകുകയാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, യു ക്യാൻ മേക്ക് ദ ഡിഫറൻസ്. ദൈവം നമ്മളിൽ ആദ്യം മാറ്റം വരുത്തും. പിന്നെ നമ്മൾ ചെല്ലുന്ന സ്ഥലം, നമ്മൾ ചെല്ലുന്ന വീട്, ഇവിടെല്ലാം ദൈവം മാറ്റം വരുത്തും. ആദ്യം നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തും. രണ്ടാമത് നമ്മൾ ചെല്ലുന്നിടത്ത് ദൈവം മാറ്റം വരുത്തും. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു രാജാവിൻ്റെ അടുത്ത് ശുശ്രൂഷ ചെയ്യുന്ന ഒരു ശുശ്രൂഷക്കാരൻ ഒരു സാധാരണ മനുഷ്യനല്ല, അസാധാരണമായ ഒരു മനുഷ്യൻ. നമ്മളൊക്കെ റോയൽ ആൾക്കാരെ കണ്ടാലോ, ഇത് നിത്യം രാജാവിന് വീഞ്ഞൊഴിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യൻ. സ്തോത്രം. ആമേൻ. ഈ നെഹമ്യാവിൻ്റെ ജീവിതത്തിൽ ആമേൻ ഈ വീഞ്ഞൊഴിക്കുന്നെങ്കിലും, ജോലി ചെയ്യുന്നെങ്കിലും, കൊട്ടാരത്തിൽ വർക്ക് ചെയ്യുന്നെങ്കിലും, തൻ്റെ ഉന്നതമേറിയ പൊസിഷൻ തനിക്കുണ്ടെങ്കിലും, എല്ലാ ദിവസവും രാജാവിനെ മീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും, തൻ്റെ അന്തരാത്മാവിൽ വലിയൊരു ചിന്ത, ഞാൻ കൊട്ടാരത്തിലാണെങ്കിലും ആമേൻ
ഏറ്റവും തകർന്നു കിടക്കുന്ന എന്റെ ജനം, എന്റെ നാട്, ആമേൻ, എന്റെ യെരൂശലേം എന്നുള്ള ചിന്ത തന്റെ അകത്തേക്ക് വരുവാൻ തുടങ്ങി. ഈ 21 ദിവസം പ്രാർത്ഥനയിൽ ഇരുന്നിട്ട് പൈസയോ ആമേൻ എന്തെങ്കിലും ഭൗതിക ബെനഫിറ്റോ അല്ല, അതിനപ്പുറത്ത് നമുക്കൊരു ചിന്ത വേണം. ആമേൻ, ഈ പട്ടണത്തിൽ, ഈ പുനലൂരിൽ, ഈ കൊല്ലം ജില്ലയിൽ എന്റെ കർത്താവിനെ അറിയാത്ത ഒരു കൂട്ടം ജനം, ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ആമേൻ, അവരിലും മാറ്റം വരാൻ പോവാ. You can make the difference. കർത്താവ് ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ ആമേൻ നമ്മുടെ വിളിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ വിളിയിലേക്ക്. നിങ്ങളുടെ വിളി എന്താ? ഒരു സാധാരണ ആമേൻ ചൊവ്വാഴ്ച പ്രയർ, ഫ്രൈഡേ പ്രയർ, സൺഡേ പ്രയർ, ഇതിനു വേണ്ടി ആരെയും ദൈവം വിളിച്ചിട്ടില്ല. ദൈവം വിളിച്ചത് ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനിയായിട്ടോ, ഒരു ട്യൂസ്ഡേ ക്രിസ്ത്യാനിയായിട്ടോ, ഫ്രൈഡേ ക്രിസ്ത്യാനിയായിട്ടോ അല്ല. ദിവസങ്ങൾക്കല്ല ഇമ്പോർട്ടൻസ്, നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നാം എത്തിക്കഴിയുമ്പോൾ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഉറക്ക കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്നിവിടെ വായിച്ച വാക്യം നിങ്ങൾക്ക് മനസ്സിലായോ? It was a day of reproach for the people. ആമേൻ. ഇന്ന് പകൽക്കാലം ഓർത്തോണം, ദൈവജനത്തിന് ഉള്ള ഒരു നിന്ന സ്വർഗത്തിലെ ദൈവം മാറ്റാൻ പോകുകയാണ്. ദൈവത്തെ ആരാധിക്കുന്ന ജനത്തെ നിന്ദിക്കുന്ന ഒരു വലിയ സമൂഹത്തിന്റെ നടുവിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ ആ ദൈവം നമ്മളിൽ ഒരു വ്യത്യാസം കൊണ്ടുവരും. നാം ചെല്ലുന്ന സ്ഥലത്ത് ഒരു വ്യത്യാസം ദൈവം കൊണ്ടുവരാൻ പോകുകയാണ്. സഭ റെഡിയാണോ? നിങ്ങൾ തയ്യാറാണോ? നിങ്ങളിൽ ഒരു വ്യത്യാസം ദൈവം കൊണ്ടുവരും. പണിയത്തില്ലെന്ന് പറയുമ്പം നിങ്ങളുടെ നാവിൽ പറയണം പണിയും. ആത്മാക്കൾ വരുത്തില്ലെന്ന് പറയുമ്പോൾ നിങ്ങളുടെ നാവിൽ പറയണം വരും. സൗഖ്യമാകത്തില്ലെന്ന് പറയുമ്പോൾ നിങ്ങളുടെ നാവിൽ പറയണം സൗഖ്യമാകും. എന്നും നീ ദാരിദ്ര്യത്തിലാകും എന്ന് പറയുമ്പോൾ ഇല്ല, എൻ്റെ ദാരിദ്ര്യം ദൈവം മാറ്റും. എന്നും നീ രോഗിയായിരിക്കും എന്ന് പറയുമ്പോൾ ഇല്ല, കർത്താവ് എനിക്ക് സൗഖ്യം തരും. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞാട്ടെ, റീപ്രോച്ച് ദൈവം നിന്ന മാറ്റാൻ പോവാ. നിങ്ങളുടെ ജീവിതത്തിന് നേരെ ഉള്ള നിന്ന, നിങ്ങളുടെ ജീവിതത്തിന് നേരെയുള്ള സങ്കടം, നിങ്ങളുടെ ജീവിതത്തിന് നേരെയുള്ള ശത്രു തൊടുത്തുവിടുന്ന നിന്നയുടെ ശരം, നിങ്ങൾക്ക് വീടില്ലാത്തതിനെ കുറിച്ചുള്ള നിന്ദിക്കുന്ന നിന്ന, നീ ജോലി ചെയ്തിട്ടും അതിന്റെ അഭിവൃദ്ധി പ്രാപിപ്പാൻ കഴിയാതിരിക്കുന്നതിനെ കുറിച്ചുള്ള നിന്ന, ഇന്ന് പകൽ അതിവിടെ അവസാനിക്കാൻ പോവാ. നിങ്ങൾ റിസീവ് ചെയ്യുമോ? റിസീവ് ചെയ്യുമോ? നിന്ന മാറാൻ പോവുക, നിന്ന മാറാൻ പോവുക. നിങ്ങളുടെ നിന്ന ഏത് വിഷയത്തിലാണ് അത്, അതിന്മേൽ ഒരു പണി ഇന്ന് പകൽ നടക്കാൻ പോകുകയാണ്. ദൈവജനത്തിന്റെ നിന്ന, ഇറ്റ് വാസ് എ ഡേ ഓഫ് റീപ്രോച്ച് ഫോർ ദ പീപ്പിൾ. ദൈവജനത്തിന്റെ നിന്ന
ദൈവം മാറ്റാൻ പോവുകയാണ്. Oh, you can make the difference. ആദ്യം നിങ്ങളിൽ മാറ്റം കൊണ്ടുവരും, നിങ്ങളുടെ ബോഡിയിൽ മാറ്റം കൊണ്ടുവരും. നിങ്ങൾ ചിന്തിക്കും, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ രോഗം മാറിയില്ലെന്ന്. പക്ഷേ നിങ്ങളുടെ രോഗം അവിടെ ഇരിക്കുമ്പോൾ കർത്താവ് വേറെ ചില കാര്യം ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ വേറെ ചില രോഗികൾ അവൻ സൗഖ്യമാകും. അവൻ നിങ്ങളുടെ ആ ശൂലം അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിൽ സന്തോഷമുള്ളവരാകുമ്പോൾ വേറെ ചിലർ വിടുവിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അതിൻ്റെ ഈ നെഹമ്യാവിൻ്റെ പുസ്തകത്തിനകത്ത് പല പ്രാവശ്യം നിന്ദയെക്കുറിച്ച് പറയുന്നുണ്ട്. നിന്ദിക്കപ്പെട്ട സാഹചര്യം, നിന്ദിക്കപ്പെട്ട അവസ്ഥ, നിങ്ങളുടെ ജീവിതത്തിൽ തരം താഴ്ത്തലുകൾ, നിന്ദകൾ, ആക്ഷേപങ്ങൾ, ആമേൻ, റിജക്ഷൻസ്, ആമേൻ, ഓരോന്ന് വരുമ്പോഴും ഓർത്തോണം, ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഒരു രഞ്ജിത്തും സുനിയും കഴിഞ്ഞ പ്രാവശ്യം വെക്കേഷന് വന്നു. ഞാനും രാജായുടെ പോയി പ്രാർത്ഥിക്കാൻ പോയി. അവർക്ക് 14 വർഷമായി കുഞ്ഞുങ്ങളില്ല. കുവൈറ്റിലുള്ളവരാണ്. അവർ നാട്ടിൽ വീട്ടിൽ വരുമ്പോൾ അപ്പനും അമ്മയും അവരോട് പറയും, നിങ്ങൾ പള്ളി മാറിയത് കൊണ്ടാണ് കൊച്ചുണ്ടാകാത്തത്. ഭയങ്കരമായിട്ട് അവരെ അബ്യൂസ് ചെയ്യുന്ന പോലെ, അവരുടെ മുറിവ് ഭയങ്കര ആഴത്തിലുണ്ടാകുന്ന പോലെ ആ പേരൻസ്, അമ്മ പ്രത്യേകിച്ച് സംസാരിക്കുമായിരുന്നു. അതുകൊണ്ട് ആ പ്രാവശ്യം ലീവിന് വന്നിട്ട് നാട്ടിൽ പോയില്ല, വീട്ടിൽ പോയില്ല. ഞങ്ങൾ പോയി അവർക്ക് വേണ്ടി വേറെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ നിന്ന ദൈവം മാറ്റും. അവർക്ക് 1.5 മാസമായി ഒരു കുഞ്ഞിനെ കൊടുത്തു. ആ കുഞ്ഞിൻ്റെ പേര് ജെറമി. ഹല്ലേലൂയ. എന്നിട്ട് നാട്ടിൽ കുഞ്ഞുമായിട്ട് വന്നില്ല. അപ്പനെ അമ്മയും ആമേൻ അവർ കുവൈറ്റിന് കൊണ്ടുപോയി. ഇപ്പം അവർ ആ കൊച്ചുമോനെ വളർത്തുക. സ്വോത്രം, സ്വോത്രം, സ്വോത്രം. നിങ്ങളുടെ നിന്ന നിങ്ങളുടെ മേൽ ആദ്യം നിങ്ങൾക്ക് മാറ്റം വരുത്തും. ഞാൻ എപ്പം ചെന്നാലും അവർ രണ്ടുപേരും പറയുന്നത്, അപ്പനും അമ്മയും ഞങ്ങളെ ശപിച്ചു, അപ്പനും അമ്മയും കുറ്റം പറഞ്ഞു. ഞാൻ പറഞ്ഞ നിർത്തിയേര്. നിങ്ങൾ ജീവിതത്തിൽ വരേണ്ട മാറ്റം, നിങ്ങൾക്ക് തരാൻ പോകുന്ന കുഞ്ഞിനെ അവർ വളർത്തും. മാറ്റം 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 വന്നാൽ നമ്മുടെ ടോക്കിങ്, നമ്മുടെ സംസാരം മാറും, നമ്മുടെ രീതികൾ മാറും, നമ്മുടെ ഹോപ്പ് വർദ്ധിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മളിൽ മാറ്റം വന്നാൽ കരവാളൂര് മാറ്റം വരും. നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ മാറ്റം വരും. നിങ്ങൾ കുറിച്ച് വെച്ചോണം, ഇത് ദൈവമക്കളെയും ദൈവദാസന്മാരെയും പ്രവാചകന്മാരെയും അംഗീകരിക്കുന്ന കാലം വരാൻ പോവാ. ഇപ്പോഴും ഇത് വിശ്വസിക്കാത്തവരുണ്ട്, കൈയടിക്കാൻ തോന്നാത്തവരുണ്ട്. പക്ഷേ ആമേൻ, അത് സംഭവിക്കാൻ പോകുക. ഹല്ലേലൂയ. അമേരിക്കയിലെ വൈറ്റ് ഹൗസിലെല്ലാം ക്ലീൻ അടിച്ച് പാട്ടും പ്രാർത്ഥനയും ബൈബിളും വരുമെന്ന് ആമേൻ 22 വൈറ്റ് ഹൗസിന്റെ അവിടെ ചെന്ന് നിന്ന് ആമേൻ പ്രാർത്ഥിക്കുകയും ആമേൻ പ്രസംഗിക്കുകയും ചെയ്ത് വിളിച്ചു പറഞ്ഞ് പ്രവചിച്ച് ആ വൈറ്റ് ഹൗസിന്റെ വാതക്ക് നിന്ന് കൈ ഉയർത്തി പ്രാർത്ഥിച്ചിട്ടാ പോന്ന്. ഞാൻ വിശ്വസിക്കുന്നു വൈറ്റ് ഹൗസിൽ ഇത് സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. നമ്മളിൽ മാറ്റം വന്നാൽ നമ്മൾ ചെല്ലുന്ന പട്ടണങ്ങളിൽ മാറ്റം സംഭവിക്കും. ഈ സന്തോഷ് എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു, മഞ്ജുവിനെ കൊണ്ട് പേർഷ്യയിൽ പോന്ന്. ഞാൻ പ്രാർത്ഥിച്ചു.
ഇവനും പോകണം, കുഞ്ഞവിടെ പോയി പഠിക്കണം. അതാ എൻ്റെ പ്രാർത്ഥന. മഞ്ജുവിന് വേണ്ടി പ്രാർത്ഥിച്ചു പോകാൻ വേണ്ടി ഒറ്റയ്ക്ക് നിൽക്കാൻ ഞാൻ പ്രാർത്ഥിച്ചില്ല. പോകാൻ പറ്റുമോ? എഴുന്നേറ്റ് പറയൊന്ന്, പറ്റുമോ? ഈ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു, ആമേൻ, സന്തോഷം താമസിയാതെ ഈ പുൽപ്പിറ്റി വന്ന് പറയും, ഞാനും കുഞ്ഞും പോവുക. വ്യത്യാസം വരണം. എന്തുവാ? ഞാൻ പോകും. ആ വാക്ക്, ആ പ്രാർത്ഥന ഞാൻ വിശ്വസിക്കുന്നു. ദൈവമക്കളെ, നിങ്ങൾ പ്രവാചകന്മാരും പ്രവാചകിമാരുമാ. ഇതൊരു പ്രോഫറ്റിക്കൽ ചർച്ചായത്. ഈ ചർച്ചിനകത്ത് നിങ്ങൾ പറയുന്ന വാക്കും പ്രസംഗിക്കുന്ന പ്രസംഗവും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ പാട്ടും അത് പ്രോഫറ്റിക്കലായി മാറും. ഓ ഹല്ലേലൂയ! റിബഖലറബ ശംദലറബലറബ. ഹല്ലേലൂയ! നിങ്ങൾ പോയി വലിയ പേരും ഒന്നും വിളിച്ചില്ലെങ്കിലും നിങ്ങൾ എവിടെങ്കിലും ചെന്നൊരു വീട്ടിൽ കയറി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് പ്രോഫറ്റിക്കൽ അട്രാക്ഷൻ, പ്രോഫറ്റിക്കൽ ആക്ഷൻ സംഭവിപ്പാനിടയായി തീരും. ഹല്ലേലൂയ! നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അയലോക്കത്തെ സഭകൾക്ക് പ്രാർത്ഥിക്കണം. ഈ കുശുമ്പുള്ളവർ അയലോക്കക്കാർ പ്രാർത്ഥിക്കുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചാൽ ഇവിടെ മൊത്തം വീട്ടുകാർക്കും പ്രാർത്ഥിക്കും കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ റിയൽ വിഷനിൽ എത്തണമെങ്കിൽ ചുമ്മാതെത്താൻ പറ്റത്തില്ല. സാക്രിഫിഷ്യൽ ഫെയ്ത്ത്, ലവ്, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ! ഈ ചില വ്യക്തികൾ എന്തു ചെയ്താലും തടസ്സങ്ങളായിരിക്കും, പ്രശ്നങ്ങളായിരിക്കും. അതിൻ്റെ അർത്ഥം അവരെ റിയാലിറ്റിയിലേക്ക്, ദൈവത്തിൻ്റെ വിഷനിൽ, ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ എത്തിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളും എന്ന് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ! ഹല്ലേലൂയ! റീപ്രോച്ച്, നിങ്ങളുടെ നിന്ന ഇന്ന് അവസാനിക്കാൻ പോവാ. വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങളുടെ നിന്ന ഇന്ന് അവസാനിക്കാൻ പോവുക. നിങ്ങളുടെ നിന്ന ഇന്ന് ഉരുട്ടിക്കളയാൻ പോവുകയാണ്. രാജാവിന് വീഞ്ഞൊടു കൊടുക്കുന്നവന്റെ ഉള്ളിലെ ചിന്ത യെരൂശലേമാ. പൊട്ടിക്കിടക്കുന്ന, കത്തിക്കിടക്കുന്ന, ഇടിഞ്ഞു കിടക്കുന്ന ആമേൻ യെരൂശലേമിന്റെ അവശിഷ്ടങ്ങൾ, ശൂന്യാവസ്ഥകൾ കണ്ടിട്ട് നെടുവീർപ്പോടെ നിലവിളിക്കാൻ തുടങ്ങി. നിങ്ങൾ എല്ലാ ദിവസവും എന്നെ കാണുമ്പോൾ ചിരിക്കും. ചില ദിവസം കാണുമ്പോൾ നിങ്ങളുടെ ചിരിക്കാത്തൊരു വാട്ടം കാണും. എന്നാൽ എനിക്ക് പെട്ടെന്ന് പിടി കിട്ടും. നിങ്ങൾ ഓർക്കുന്ന പ്രവചിച്ചല്ല. കുഞ്ഞുമഞ്ച എന്നും എന്നെ കാണുമ്പോൾ ചിരിക്കും. ഒരു ദിവസം ഇങ്ങനെ മാറിപ്പോയാൽ എനിക്ക് തോന്നും മനസ്സിലാകും എന്തോ കുഴപ്പമുണ്ടോ. കാരണം ഞാൻ ചില വിശ്വാസികളെ കാണുമ്പോൾ എന്തോ കുഴപ്പമുണ്ട്. എനിക്ക് മനസ്സിലാകും കുഴപ്പമുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ കുഴപ്പങ്ങൾ വരുമ്പോൾ അത് നിങ്ങളുടെ ഫേസിൽ കാണും. അല്ലേ ചേച്ചി? ഉണ്ടാകും. നമ്മുടെ ഫേസിൽ വെളിപ്പെടും നമ്മുടെ ഭാരം, വേദന, സാഹചര്യം, ബിറ്റർനെസ്, കയ്പ്, ആമേൻ, സ്നേഹമില്ലായ്മ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായി തീരും. ഇന്ന് ഈ ഡിവൈൻ ചർച്ചിലെ ദൈവമക്കൾക്ക് മാത്രമല്ല, ഇവിടെ വന്ന എല്ലാവർക്കും ഒരു വിഷൻ ഉണ്ടാകണം. എന്താ വിഷൻ? എന്താ കാഴ്ചപ്പാട്? സ്തോത്രം! യെരൂശലേമിന്റെ അവസ്ഥ, ആമേൻ, നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ, നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ, നമ്മുടെ ഭാരതത്തിൻ്റെ അവസ്ഥ, ആമേൻ, എത്തേണ്ട സ്ഥലത്ത് സുവിശേഷം എത്തിയിട്ടില്ല.
ഭാരതം ആമേൻ ഉണരണമെന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. നമുക്ക് ഏത് എഫേർട്ടും എടുക്കാൻ തയ്യാറായി നാം മുമ്പോട്ടൊരു സ്റ്റെപ്പ് ചെയ്യണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 19:1 വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ ഭയങ്കര ദാഹം വന്നപ്പോൾ അവൻ എഫെസോസ് പട്ടണത്തിൽ ചെന്നു. ആ പട്ടണം വേൾഡ് കണ്ടതിൽ ഏറ്റവും വലിയ ഉണർവായി മാറി. അവർ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞവരെ കൈവച്ചു. പൗലോസിനറിയാം, ഇവരിൽ ചിലർ പുറത്തു വന്നാൽ എഫെസോസ് പട്ടണം ആമേൻ വിടുവിക്കപ്പെടും. ഈ കരവാളൂർ ഉണർവുണ്ടാകാൻ ഈ കരവാളൂർ പട്ടണത്തിൽ, ഈ വില്ലേജിൽ ചിലര് പുറത്തു വന്നേ മതിയാകുള്ളൂ. ഹല്ലേലൂയ. ഞാൻ എങ്ങനെ ഇവിടെ വന്നേന്നറിയോ? എൻ്റെ ഇഷ്ടത്തിന് വന്നതല്ല. എൻ്റെ ഭാര്യ കൊച്ചിലെ സമർപ്പിച്ചു, പുനലൂരിന് വേണ്ടി ആര് നിൽക്കുമെന്ന്. ആ സമർപ്പണമാണ് ഇവിടെ കൊണ്ടുവന്നെത്തിച്ചേ. നമ്മൾ പലയിടത്തും സെറ്റിൽ ചെയ്തു, പലയിടത്തും വീട് വെച്ച് ഞാൻ പല കാര്യങ്ങൾ ചെയ്തെങ്കിലും ദൈവം ഇവിടെ കൊണ്ടുവന്നത് ഇതിനു വേണ്ടി നിൽക്കാൻ ചിലര് തീരുമാനിച്ചപ്പോൾ ദൈവത്തിന്റെ പദ്ധതികൾ ദൈവം ഫുൾഫിൽ ചെയ്യുകയാണ്. ഇന്ന് പകൽ ആര് പുനലൂരിന് വേണ്ടി കരയും? പല ജില്ലകൾ ചേർന്ന് വരുന്ന ഈ പുനലൂർ, പല ബോർഡറുകൾ, ഭാഷകൾ ചേർന്ന് വരുന്ന ആമേൻ ലാംഗ്വേജ് വ്യത്യാസമുള്ള സ്റ്റേറ്റുകൾ തമ്മിൽ കണക്ട് ചെയ്തു വരുന്ന പുനലൂർ, ഈ പുനലൂരിൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നടക്കാൻ ആമേൻ നെഹമ്യാവിനെ പോലെ ആമേൻ ആമേൻ റീപ്രോച്ച് നിന്ദിക്കപ്പെട്ട് കിടക്കുന്ന ദൈവത്തിൻ്റെ പണി, ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ ഒരു എഫെസോസിൽ നടന്നതുപോലെ ദൈവം ഒരു ഉണർവയച്ച് ചില അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ. ഈ പ്രാർത്ഥനയിൽ ദൈവം അത് ചെയ്യാൻ പോവുക. ഈ ഉപവാസത്തിൽ അത് ചെയ്യാൻ പോവുക. ഈ സെമിനാറിൽ അത് ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ യു ക്യാൻ മേക്ക് ദ ഡിഫറൻസ്. നമ്മളിൽ ഒരു മാറ്റം, നമ്മൾ ചെല്ലുന്ന ഭവനത്തിൽ മാറ്റം, വ്യക്തികളിൽ മാറ്റം, വലിയ വ്യത്യാസങ്ങൾ ദൈവം കൽപ്പിക്കും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ സൂര്യനെല്ലി പോയപ്പോൾ അവിടെ ഒരു പോലീസുകാരൻ ആ മീറ്റിങ്ങിലുണ്ടായിരുന്നു. അദ്ദേഹം പ്രാർത്ഥനയ്ക്കൊക്കെ വരും, പക്ഷെ യേശുവിൻ്റെ വാക്കനുസരിക്കാത്ത ഒരു വ്യക്തിയായി. അന്ന് അദ്ദേഹം വാതിലിൽ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ ദൈവം തന്നോട് സംസാരിച്ചു. ആമേൻ, നീ കയ്യിൽ വിലങ്ങിട്ടവരോട് സുവിശേഷം പറയുമെന്ന്. അദ്ദേഹം പോലീസാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ ജോലി ജയിൽ പുള്ളികളെയും കുറ്റവാളികളെയും കോടതി കൊണ്ടുപോകുന്ന ജോലിയാണ്. ആർക്കും അറിയത്തില്ല. അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. അന്ന് ഉച്ച കഴിഞ്ഞ് അദ്ദേഹം സ്നാനപ്പെട്ടു. സ്തോത്രം, സ്തോത്രം. നിങ്ങളുടെ അകത്ത് ദൈവം ഇട്ടിരിക്കുന്ന ദർശനം, ദൈവം ഇട്ടിരിക്കുന്ന വിഷൻ ആയിരങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടുവരാനാ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ സഭയിലുള്ള നിങ്ങൾ പ്രവാചകന്മാരും പ്രവാചകിമാരും അല്ലെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ വാക്കിനകത്ത് അപ്പോസ്തോലികത്വമുണ്ട്. നിങ്ങളുടെ വാക്കിനകത്ത് പ്രോഫറ്റിക് ഉണ്ട്. നിങ്ങളുടെ വാക്കിനകത്ത് ടീച്ചിങ് ഉണ്ട്. നിങ്ങളുടെ വാക്കിനകത്ത് സയൻസ് ആൻഡ് വണ്ടേഴ്സ് ഉണ്ട്. ദൈവം ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞിട്ട് മണ്ടത്തരമായി പോയെന്ന് പറയുമോ? ഇല്ല. നമ്മൾ പറയും മണ്ടത്തരമായി പോയെന്ന്. ദൈവം ഒരു സ്ഥലത്ത് നിങ്ങളെ അയച്ചെങ്കിൽ ദൈവം
തൻ്റെ കാര്യം, തൻ്റെ വേല അവിടെ തികച്ചെടുക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ എഫെസോസിൽ ഒരു ഉണർവ് കൊണ്ടുവരുവാൻ അവൻ ചിലരുടെ മേൽ കൈവച്ചപ്പോൾ അവർ പരിശുദ്ധാത്മാവിൽ നിറയുകയും അവർ പ്രവചിക്കുകയും ചെയ്തു. അങ്ങനെ എഴുതിയിട്ടുണ്ടോ? ആമേൻ. അവർ പ്രവചിക്കുകയും ചെയ്തു. അവരിൽ വലിയ വ്യത്യാസങ്ങൾ, വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇന്ന് പകൽ നിങ്ങൾ ശുശ്രൂഷയിലേക്ക് കയറാൻ പോവുകയാണ്. കയറാൻ പോകുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ശക്തി ക്ഷയിപ്പിക്കുന്ന വാക്കുകൾ പുറത്തു വരും. അത് കേട്ട് നിങ്ങൾ തളരരുത്. ഇന്നലെ എന്നോടൊപ്പം ബാംഗ്ലൂരിൽ നിന്നൊരു ദൈവദാസനുണ്ടായിരുന്നു, എൻ്റെ തൊട്ടടുത്ത സീറ്റിൽ. അദ്ദേഹം എന്നോട് ചോദിച്ചു, അച്ഛൻ ഇതുപോലത്തെ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ട്? ഞാൻ പറഞ്ഞു, ഇതിനെക്കാട്ടി വലിയ പ്രശ്നങ്ങളായിരുന്നു. നമ്മളെപ്പോഴും ഒരു പ്രശ്നം വരും, വേറൊരാളുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കി, എൻ്റെ പ്രശ്നമാണെന്നോ വലുത് ഇന്നാണ്ട്. നമ്മുടെ പ്രശ്നമൊന്നും ദൈവത്തെക്കാട്ടി വലുതല്ല. കർത്താവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം, അഭേദ്യമായ റിലേഷൻഷിപ്പ്, അത് നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹമാണ്. അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞു. ഞങ്ങൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു, ഇറങ്ങാൻ പോവുക. പെട്ടെന്ന് പറയാം, അച്ഛാ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. എഴുന്നേറ്റ് നിൽക്കുക. ഞാൻ ഒറ്റ പ്രാർത്ഥന വായിച്ചോണേ. അടുത്ത് നിൽക്കുന്നവരൊക്കെ ഞങ്ങളെ സൂക്ഷിച്ചൊന്ന് നോക്കി. ഫ്ലൈറ്റ് വെച്ച് ഇതിനു മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എല്ലാവർക്കും പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങി ഇങ്ങനെ താഴെ ലഗേജ് ബെൽറ്റിൻ്റെ അവിടെ വന്നവൻ പറഞ്ഞു, ഒരു വലിയ ഭാരം വച്ചാൽ ഊരുണ്ടങ്ങ് പോയത്. പ്രാർത്ഥനയ്ക്ക് ഭയങ്കര പവറുണ്ട്. ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ എൻഡിൽ വന്നിരിക്കുക. ഇത്രയും ദിവസം ഉപവസിച്ചു, എല്ലാ വീട്ടിലും പ്രാർത്ഥന വെച്ചു. ഇനി ക്ഷീണിക്കരുത്. നിങ്ങൾ പ്രയറിൽ ശക്തിപ്പെട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങൾ ഓടിയെത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. പ്രാർത്ഥനയിൽ മടി കാണിക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥന ശക്തിയാണ്, പവർഫുൾ ആണ്. ഇനി ഈ സഭയിൽ ആമേൻ ഉണ്ടാകാൻ പോകുന്ന ഉണർവ്, ഈ സഭയിൽ നിന്ന് അനേകരെ എഴുന്നേൽക്കുകയും ആമേൻ ജില്ലകളിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആമേൻ ദൈവം നിങ്ങളെ ഉണർത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു വലിയ പണി ആരംഭിക്കാൻ പോകുന്നു. പൊളിഞ്ഞു കിടക്കുന്ന യെരൂശലേം ദേവാലയത്തിന്റെ മതിൽ പണിയാൻ പോവുക. നിങ്ങൾ പണി ആരംഭിക്കുമ്പോൾ ചിലർ പറയും, പൈസ ഇല്ല, നടക്കത്തില്ല, നീ പ്രാർത്ഥിച്ചിട്ട് ഗുണമില്ല, പ്രാർത്ഥിച്ചിട്ട് പോയിട്ട് എന്താ ഗുണം? ഇല്ല, ദൈവം അത്ഭുതം ചെയ്യാൻ പോവുക. നിന്റെ പ്രാർത്ഥനയുടെ റിസൾട്ട് ദൈവം നിനക്ക് തരാൻ പോകുന്നു. ഹല്ലേലൂയ. 24 മണിക്കൂറിനകം ഈ സഭയ്ക്കകത്ത് ചില കുടുംബങ്ങളിൽ ചില മിറക്കിളുകൾ സംഭവിക്കും. ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, ഇഗ്നൈറ്റിംഗ് യുവർ പാഷൻ ഫോർ ഗോഡ്. ദൈവത്തോടുള്ള അഭിനിവേശം, ദൈവത്തോടുള്ള ആഗ്രഹം നിങ്ങളെ നിങ്ങളുടെ യുണീക് കോളിംഗിൽ, നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് ദൈവം എത്തിക്കാൻ പോവാ. ഇന്ന് ഇതിനകത്ത് ഇരുന്ന് ഇറങ്ങിപ്പോകുന്ന സകലരും ബ്ലെസ്സിങ്ങിന്റെ കാൽച്ചുവടുകൾ വെക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഫേസ് ടു ഫേസ് ചില കാര്യങ്ങൾ കാണും. ഫേസ് ടു ഫേസ് മുടങ്ങിപ്പോയ ചിലത് റിട്ടേൺ ചെയ്യാൻ പോവുക. നഷ്ടപ്പെട്ടത് തിരിച്ചു വരാൻ പോവുക. ഇതിനകത്തുള്ള കുടുംബത്തിൽ ചില എക്സാമുകൾ എഴുതി വെളിരാജ്യത്ത് സെറ്റിൽ ചെയ്യാൻ പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിന്റെ ചില കടഭാരങ്ങൾ
വേഗത്തിൽ വീട്ടാൻ പോവുക. നിന്നുപോയ ചില പണികൾ ദൈവം വീണ്ടും ആമേൻ നിന്ദിക്കപ്പെട്ട സ്ഥാനത്ത്, റീപ്രോച്ച് ചെയ്യപ്പെട്ട സ്ഥാനത്ത് ഒരു ഹാപ്പിനെസ്, ഒരു ഗുഡ് ന്യൂസ്, ഒരു ഗുഡ്നെസ് അതിലേക്ക് കൊണ്ടുവരാൻ പോകുകയാണ്. കർത്താവ് എന്നെ വ്യക്തമായി കാണിക്കുന്നു. ഭയങ്കര ഒരു പണിക്ക് സഭ റെഡിയാകണം. ഒരു ഉണർവിന്റെ പണി. ചില സുവിശേഷകന്മാർ പുറത്തു വരാൻ പോകുന്നു. ചില പ്രോഡക്റ്റുകൾ പുറത്തു വരാൻ പോകുന്നു. ശക്തി ക്ഷയിപ്പിക്കുന്ന വാക്ക് നിങ്ങൾ പണിയത്തില്ല എന്ന് പറയുമ്പോൾ ആമേൻ അവർ പറയുക ഞങ്ങൾ പണിയും, ഞങ്ങൾ പണിയും. വാ തുറന്ന് പറഞ്ഞ ഞങ്ങൾ പണിയും, ഞങ്ങൾ പണിയും, ഞങ്ങൾ പണിയും. പണിയാൻ പോവുക. ഇന്ന് പകൽ പണിക്ക് വേണ്ട ആയുധങ്ങൾ, വെപ്പൺസ് നിങ്ങളുടെ കയ്യിൽ തരാൻ പോവുക. ചില വെപ്പണുമായി നിങ്ങൾ യാത്ര തുടങ്ങാൻ പോകുന്നു. In the name of Jesus. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ട്. ഒരു വലിയ പണി, എനിക്ക് കുറേ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ നിർത്തുകയാണ്. ഒരു വലിയ പണി നടക്കാൻ പോകുന്നു. നിങ്ങളുടെ വിഷൻ നിങ്ങൾ വരയ്ക്കണം, നിങ്ങളുടെ വിഷൻ നിങ്ങൾ എഴുതണം. ഒരു നെക്സ്റ്റ് ജനറേഷൻ ഈ സഭയിൽ ഒരു വലിയ പണിക്ക് വേണ്ടി എഴുന്നേക്കാൻ പോവുക. ആമേൻ. കഴിഞ്ഞ കാലങ്ങളിൽ അനേക രാജ്യങ്ങളിൽ പോയെങ്കിൽ ഈ കാലങ്ങളിൽ ദൈവം ഈ ജില്ലകളെ പിടിക്കാൻ ദൈവത്തിന്റെ അഭിഷേകവുമായി ദൈവം നിർത്താൻ പോകുക. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളുടെ ജില്ല വിടുവിക്കപ്പെടണം. ഏത് നിലയിലൊരു പണിയാണോ അതിലേക്ക് എന്നെ എത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഏത് നിലയിൽ പണിയണം കർത്താവേ, അതിനുവേണ്ടി എന്നെ ഉപയോഗിക്കണം. ആമേൻ. പ്രസംഗിക്കാനാണോ, പ്രാർത്ഥിക്കാനാണോ, പാടാനാണോ, സപ്പോർട്ട് ചെയ്യാനാണോ, ഏത് നിലയിലാ ഉണർവ്, അതിനു വേണ്ടി എന്നെ ഉപയോഗിക്കണമേ. എല്ലാ വായും തുറന്ന്, എല്ലാവരും വായുകളെ തുറന്ന് പ്രാർത്ഥിച്ചാൽ In the name of Jesus. എനിക്കറിയാം നമ്മളെ ക്ഷീണിപ്പിക്കുന്ന പല വാക്കും പല വിഷയങ്ങളും, ശക്തി കുറയ്ക്കുന്ന, ഉന്മേഷം കുറയ്ക്കുന്ന, മടുപ്പിടുന്ന വാക്കുകളെല്ലാം അവിടെ നിൽക്കട്ടെ. നിന്റെ ഹൃദയത്തിനകത്ത്, എൻ്റെ ഹൃദയത്തിനകത്ത് ഞങ്ങൾ പണിയും. ആ പണിക്ക് വേണ്ട സകല സാധനവും, സകല പണവും, സകല ആയുധവും ഇന്ന് കർത്താവ് റിലീസ് ചെയ്യുക. ഞങ്ങളുടെ കർത്താവേ, ഇന്ന് ഈ അനോയിന്റിങ് ഈ ജനത്തിലേക്ക് റിലീസ്, ആ റീപ്രോച്ച്, നിന്ദയിലേക്ക് പോയിക്കൊണ്ടിരുന്ന സകല നിന്ദകളെയും ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. അവരുടെ മേൽ ആയുസ്സും ആരോഗ്യവും, ജനറേഷൻ ബ്ലെസ്സിങ്സ്, ഫിനാൻസ് ബ്ലെസ്സിങ്, എല്ലാ ഹെൽത്ത് ഇഷ്യൂസും മാറി ദൈവിക സന്തോഷം, ദൈവിക സമാധാനം, വിസകൾ, ട്രാവലിംഗ് ജേർണികൾ, എക്സാമിലുള്ള വിജയങ്ങൾ, തലമുറ ഇല്ലാത്തവരുടെ മേൽ തലമുറ ജനിക്കുന്നത്,
വീടില്ലാത്തവർക്ക് വീട് ഉണ്ടാകുന്നത്, വിവാഹം മുടങ്ങിയത് നടക്കേണ്ടതിന്, മിനിസ്ട്രിയിൽ എഴുന്നേൽക്കേണ്ടതിന്. ബ്ലസ് ചെയ്യുന്നു. സമാധാനത്തോടെ ഞങ്ങളെ അയക്കണം. ജനത്തെ ബ്ലസ് ചെയ്യുന്നു. അത്ഭുതം ചെയ്യണം. സമാധാനത്തോടെ അയക്കണമേ. ഈ 21 നാൾ ഭാഗികമായി പൂർണ്ണമായി ഉപവസിച്ച കുഞ്ഞുങ്ങൾ, അവരെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ 25, 26, 27 നടക്കുന്ന മീറ്റിംഗ് ബ്ലസ്സഡ് ആകണം. ന്യൂ ഇയർ സർവീസ് ബ്ലസ്സഡ് ആകണം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുതിയ വർഷത്തേക്ക് കയറുമ്പോൾ കർത്താവേ, ഞങ്ങളൊരു പണിക്ക് വേണ്ടി, ഒരു പണി, ആമേൻ, അറ്റകുറ്റം തീർത്ത് ബ്യൂട്ടിഫുൾ ആക്കി, സൗന്ദര്യം നഷ്ടപ്പെട്ട ഞങ്ങളുടെ ഇന്ത്യ, ഞങ്ങളുടെ കേരളം, ഞങ്ങളുടെ കരവാള്, ആമേൻ, സൗന്ദര്യം, ആത്മീക സൗന്ദര്യം ഉള്ളതായി തീരേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ. ഇപ്പോൾ സൗഖ്യം സംഭവിക്കട്ടെ. കർത്താവ് സമാധാനത്തോടെ അയക്കണം. കടന്നു വരുന്ന ദൈവദാസന്മാരെല്ലാവരും വരണം. ആസ്ട്രേലിയയിൽ നിന്നും, മിഡിൽ ഈസ്റ്റിൽ നിന്നും, US-ൽ നിന്നും, ആമേൻ, സ്തോത്രം, ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റിൽ നിന്നും ഒക്കെ യാത്ര ചെയ്തു വരുന്ന എല്ലാവരും ക്ഷേമത്തോടെ വരണമേ. എല്ലാവരും ദൈവം സൂക്ഷിക്കണമേ. എല്ലാവർക്കും സമൃദ്ധിയായ ഭക്ഷണവും സമൃദ്ധിയായ വചനവും ആത്മീക നന്മകളും കൊടുക്കാൻ ദൈവം സഹായിക്കണമേ. സമാധാനത്തോടെ അയക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും കടന്നു പോകുന്ന ദൈവങ്ങളോടും കൂടെ ഇന്ന് മുതൽ എന്നേക്കും കർത്താവിൻ്റെ വരൂരെ ഉണ്ടാകുമാറാകട്ടെ. കർത്താവ് ജയം തന്നതോർത്ത് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. God bless you. Love you.